ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് ലോകത്തിലെ ഏറ്റവും വിചിത്രവും രഹസ്യങ്ങളാൽ നിറഞ്ഞതുമായ ഒരു ദ്വീപിലേക്കാണ്. ഇതൊരു സാധാരണ ടൂറിസ്റ്റ് ദ്വീപല്ല. ഇത് പ്രകൃതിയുടെ പരീക്ഷണശാല പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലമാണ്. അതാണ് ഇറാനിലെ ഹോർമുസ് ഐസ്ലാൻഡ്. പേർഷ്യൻ ഗൾഫിൻ്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ ദ്വീപ് ലോകം മുഴുവൻ റെയിൻബോ ഐസ്ലാൻഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം ഇവിടെ ഭൂമിയുടെ നിറങ്ങൾ സാധാരണയല്ല. ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്, വെളുപ്പ്, വയലറ്റ് തുടങ്ങി ചില സ്ഥലങ്ങളിലെ ചന്ദ്രനിൽ ഇറങ്ങിയ പോലെ തോന്നുന്ന രീതിയിലാണ് ഇവിടുത്തെ നിറങ്ങൾ. ഈ ദ്വീപിനെ കണ്ടവർ ഒരുപാട് പേർ പറയുന്നത് ഒരേ ഒരു കാര്യമാണ്: ഇത് ഭൂമിയിലെ സ്ഥലമല്ല, മറ്റൊരു ഗ്രഹം പോലെ ഉള്ള ഒന്നാണെന്നാണ്. ഹോർമുസ് ഐസ്ലാൻഡ് ഇറാനിലെ തെക്കൻ ഭാഗത്ത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽമാർഗമായ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് എന്ന ഇടത്തിൽ സ്ഥിതി ചെയ്യുന്നു. ലോകത്തിലെ എണ്ണക്കപ്പലുകളുടെ വലിയൊരു ശതമാനം ഈ കടൽ മാർഗം വഴിയാണ് പോകുന്നത്. അതിനാൽ ഈ ചെറിയ ദ്വീപ് രാഷ്ട്രീയപരമായും സാമ്പത്തികമായും അതീവ ശക്തിയുള്ള സ്ഥലമാണ്. ഒരു ചെറിയ ദ്വീപ് പക്ഷേ ലോക സാമ്പത്തിക സ്ഥിതി തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും കാണാൻ സാധിക്കും. അതാണ് ഈ അടുത്തിടെ വാർത്തകളിലൊക്കെ കാണുന്നത്. നമ്മൾ ഹോർമുസ് ഐസ്ലാൻഡ് ഒരു സാധാരണ ദ്വീപല്ല, ഇതൊരു സോൾട്ട് ഡോം ആണ്. ഭൂമിയുടെ അടിയിലുണ്ടായിരുന്ന വലിയ ഉപ്പിൻ്റെ പാളികൾ കോടിക്കണക്കിന് വർഷങ്ങളായി മുകളിലേക്ക് തള്ളിപ്പൊങ്ങി രൂപപ്പെട്ടതാണ് ഈ ദ്വീപ് എന്ന് പറയുന്നത്. ഉപ്പ് വളരെ ലഘുവായതിനാൽ അത് പാറകളിലൂടെ മുകളിലേക്ക് ഉയർന്നു. ആ ഉയർച്ചയുടെ ഇടയിൽ പലതരം ഖനിജങ്ങൾ കൂടി ചേർന്നു. അതുകൊണ്ടാണ് ഇവിടെ മണ്ണിന് വ്യത്യസ്തമായ നിറങ്ങൾ ലഭിച്ചത്. അയൺ ഓക്സൈഡ്, ജിപ്സം, ക്ലേ, വോൾക്കാനിക് റോക്സ് എല്ലാം ഒരുമിച്ചാണ് ഈ ഭൂമി രൂപപ്പെട്ടത്. പ്രകൃതി തന്നെയാണ് ഇവിടെ ഒരു ചിത്രകാരനായി മാറിയിരിക്കുന്നതെന്ന് നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഹോർമുസ് ഐസ്ലാൻഡ് ഒരു റെയിൻബോ ഐസ്ലാൻഡ് എന്നാണ് വിളിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിൻ്റെ മണ്ണിൻ്റെ പ്രത്യേകത തന്നെയാണ്. ഇവിടെ കാണുന്ന ചുവപ്പ് നിറം സാധാരണ മണലല്ല, അതിൽ അയൺ ഓക്സൈഡ് എന്ന ഖനിജം കൂടുതലുള്ളതാണ് കാണാൻ സാധിക്കും. മഴ പെയ്യുമ്പോൾ ഒരു ചുവന്ന മണ്ണ് കടലിലേക്ക് ഒഴുകി വെള്ളം പോലും ചുവപ്പായി മാറും. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ബ്ലഡ് സീ വീഡിയോകൾ ഇവിടെ നിന്നുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാഴ്ചയിൽ ഭയപ്പെടുന്നെങ്കിലും ഇത് പ്രകൃതിദത്തമായ ഒരു സംഭവമാണ്. മലിനീകരണമോ വിഷമോ ഒന്നുമല്ല ഇത്. ഹോർമുസ് ഐസ്ലാൻഡ് ഏറ്റവും പ്രശസ്തമായ സ്ഥലം റെഡ് ബീച്ച് ആണ് എന്നുള്ളതാണ്. മഴവെള്ളം ചുവന്ന മണ്ണുമായി കലർന്നാൽ കടൽ ചുവപ്പായി മാറും. നീലക്കടലും ചുവന്ന വെള്ളവും തമ്മിലുള്ള കോൺട്രാസ്റ്റ് ലോകത്തിലെ ഏറ്റവും വിചിത്രമായ പ്രകൃതി കാഴ്ചകളിൽ ഒന്ന് തന്നെയാണ്. ചിലർ ഇതിനെ ബിബ്ലിക്കൽ സീൻ എന്നാണ് വിളിക്കാറുള്ളത്. ഹോർമുസ് ഐസ്ലാൻഡിൽ നടക്കുന്നത് നമുക്ക് അനുഭവപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു ചന്ദ്രനിൽ ഇറങ്ങിയതുപോലുള്ള അനുഭവം ഉണ്ടാവാം. മാർസ് ഗ്രഹത്തിൻ്റെ ഉപരിതലം പോലെയും നിറമുള്ള മലനിരകൾ പോലെയും ഉപ്പുകൊണ്ടുള്ള ഗുഹകൾ പോലെയും പ്രകൃതിദത്ത ശില്പങ്ങൾക്ക് പോലെയൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടുത്തെ ചില മലകൾക്ക് മഴ വന്നാൽ നിറം തന്നെ മാറുന്നതായിട്ട് കാണാം. പ്രകൃതി ഓരോ ദിവസവും പുതിയ പെയിൻറ്റിങ് വരയ്ക്കുന്നത് പോലെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. സോൾട്ട് ഡോം എന്ന് പറയുന്ന രൂപീകരണത്തിൻ്റെ ഫലമായി ഇവിടെ ഉപ്പുണ്ടാകുന്ന ഗുഹകൾ കാണാൻ സാധിക്കും. ഈ ഗുഹകളിൽ കടന്നാൽ മതിലുകൾ പോലും തിളങ്ങും. ഉപ്പ് ക്രിസ്റ്റലുകൾ വെളിച്ചം പ്രതിഫലിപ്പിക്കുന്നതിനാൽ ഇത് സ്വാഭാവിക ലൈറ്റ് ഷോ പോലെ തോന്നുന്നതും കാണാം. ഹോർമുസ് ഐസ്ലാൻഡിലെ ഏറ്റവും അത്ഭുതകമായ കാര്യം എന്താണെന്ന് അറിയാമോ? ഇവിടുത്തെ ചുവന്ന മണ്ണ് എന്നുള്ളതാണ്. അത് നാട്ടുകാർ ചില ഭക്ഷണങ്ങളിൽ മസാലയായി പോലും ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ കോസ്മെറ്റിക്സ്, പെയിൻറ്റ്, പിഗ്മെൻറ്റ്സ്, ഗ്ലാസിക് ഇൻഡസ്ട്രി, സെറാമിക് പ്രോഡക്ട്സ് ഇതിലൊക്കെ ഈ മണ്ണ് ഉപയോഗിക്കുന്നു. ഹോർമുസ് ഐസ്ലാൻഡ് സ്ഥിതി ചെയ്യുന്ന സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ട്രാൻസിറ്റ് പോയിൻ്റാണ്. ലോകത്തിലെ വലിയൊരു ശതമാനം എണ്ണ കപ്പലുകളും ഈ വഴിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ പ്രദേശം നിയന്ത്രിക്കുന്നവർക്ക് വലിയ രാഷ്ട്രീയ ശക്തിയുണ്ട്. അതാണ് നമ്മൾ വാർത്തയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ദ്വീപ് പക്ഷേ ലോക സാമ്പത്തിക അടിത്തറയുടെ തന്നെ ഹൃദയം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഹോർമുസ് ഐസ്ലാൻഡ് പുരാതന കാലത്ത് ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു. ഇന്ത്യ, അറേബ്യ, പേർഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് പോകുന്ന വ്യാപാരികൾ ഇവിടെ നിന്നാണ് കടന്നു പോയത്. സിൽക്ക് റോഡ് കടൽപ്പാതയുടെ പ്രധാന സ്റ്റോപ്പ് ആയിരുന്നു ഈ ദ്വീപ് എന്ന് പറയുന്നത്. ഇന്ന് ഹോർമുസ് ഐസ്ലാൻഡിൻ്റെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ എക്കോ ടൂറിസം ഡെസ്റ്റിനേഷനാണ്. ജിയോളജിക്കൽ റിസർച്ച് സെൻറ്റർ, അതുപോലെ ഫോട്ടോഗ്രാഫിക് പാരഡൈസ്, അഡ്വഞ്ചർ ട്രാവലേഴ്സിൻ്റെ സ്വപ്നം. ഇവിടെ വലിയ ഹോട്ടലുകളില്ല, പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ചെറിയ കമ്മ്യൂണിറ്റികളാണ് ഉള്ളത്. ഹോർമുസ് ഐസ്ലാൻഡ് നമ്മെ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നുണ്ട്. ഭൂമി ഒരു ജീവിച്ചിരിക്കുന്ന ഗ്രഹമാണ്, അത് സ്ഥിരമായ ഒന്നല്ല എന്നുള്ളതാണ്. കോടികൾ
കോടിക്കണക്കിന് വർഷങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ കാണുന്ന ഭൂമി ഇന്നലെ ഉണ്ടായതല്ല, നാളെ ഇതുപോലെ ഉണ്ടായിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഹോർമൂസ് ഐസ്ലാൻഡ് നമ്മോട് പറയുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രകൃതി ഏറ്റവും വലിയ ഒരു കലാകാരൻ തന്നെയാണ്. മനുഷ്യൻ അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. നമ്മുടെ രഹസ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ രഹസ്യമെന്ന് വിളിക്കുന്ന പല കാര്യങ്ങളും പ്രകൃതിയുടെ ഒരു ശാസ്ത്രം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തിൻ്റെ അറ്റത്തൊരു ചെറിയ ദ്വീപ്, പക്ഷേ അതിൻ്റെ നിറങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭൂമിയുടെ ചരിത്രം. ഇതാണ് ഹോർമൂസ് ഐസ്ലാൻഡ്.